നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഗൈ റിച്ചി ക്രിയേറ്റ് ചെയ്ത ഏറ്റവും പുതിയ സീരീസാണ് ദ ജെന്റിൽമാൻ. 2019 ഗൈ റിച്ചി തന്നെ ഡയറക്റ്റ് ചെയ്ത ദ ജെന്റിൽമാൻ എന്ന മൂവിയെ ബേസ് ചെയ്താണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. എഡ്ഡി ഒരു ആർമി ഓഫീസറാണ്. ബോർഡറിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛന് അസുഖം കൂടുതലായതിനാൽ ഉടനെ വീട്ടിലേക്ക് വരണം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന പണക്കാരനാണ്. 3 മക്കളാണ് അദ്ദേഹത്തിന്: ഫ്രെഡി, എഡ്ഡി, ഷാർലെ. അന്ന് തന്നെ അദ്ദേഹം മരിക്കുന്നു. താമസിയാതെ സ്വത്തുക്കൾ വീതം വയ്ക്കുന്നു. ആചാരപ്രകാരം മൂത്ത മകനായ ഫ്രെഡിക്കാണ് 15,000 ഏക്കർ വരുന്ന എസ്റ്റേറ്റിൻ്റെയും ഭൂരിഭാഗം സ്വത്തുക്കളുടെയും അവകാശം. എന്നാൽ അവരുടെ അച്ഛൻ അത് രണ്ടാമത്തെ മകനായ എഡ്ഡിക്ക് എഴുതി വയ്ക്കുന്നു. ഇത് ഫ്രെഡിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. എല്ലാവരെയും ചീത്ത പറയുകയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. എഡ്ഡി ഫ്രെഡിയെ കാണാൻ ചെല്ലുന്നു. ഫ്രെഡിയിൽ നിന്ന് മനസ്സിലാക്കുന്നു അവന് 4 മില്യൺ പൗണ്ടിൻ്റെ കടമുണ്ടെന്ന്. അതിപ്പോൾ പലിശ കൂടി 8 മില്യൺ പൗണ്ടായി. കടമെടുത്തിരിക്കുന്നത് കൊക്കെയിൻ ബിസിനസ് ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ കുടുംബത്തിൽ നിന്നാണെന്ന്. അത് കൊടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയുമെന്ന്. ചേട്ടനെ രക്ഷിക്കാൻ എഡ്ഡി അച്ഛൻ്റെ ലോക്കർ തുറന്ന് നോക്കുന്നു. എന്നാൽ അതിൽ 1 മില്യൺ പൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബ വക്കീലിനെ വിളിച്ചന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് കുടുംബപരമായ ബിസിനസ്സുകളൊക്കെ ഡള്ളാണെന്നും കൂടുതൽ പണമൊന്നും എവിടെയും ഇല്ലെന്നും, എന്നാൽ കുടുംബപരമായി കിട്ടിയ എസ്റ്റേറ്റ് വിൽക്കാൻ തയ്യാറാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും തരാൻ തയ്യാറായി ആളുണ്ടെന്നും വക്കീൽ പറയുന്നു. എത്രയും പെട്ടെന്ന് ആളെ കോണ്ടാക്റ്റ് ചെയ്യാനും വീട് വിൽക്കാൻ തയ്യാറാണെന്നും എഡ്ഡി പറയുന്നു. പെട്ടെന്ന് ഒരു ദിവസം സൂസി ഗ്ലാസ് എന്നൊരു സുന്ദരി എഡ്ഡിയെ കാണാൻ വരുന്നു. എന്നിട്ട് എഡ്ഡിയെയും കൂട്ടി അവരുടെ എസ്റ്റേറ്റിലെ ഫാം ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു കണ്ടെയ്നറിനുള്ളിൽ അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് പോകുന്നു. അവിടുത്തെ കാഴ്ച കണ്ട് എഡ്ഡി ഞെട്ടുന്നു. കഞ്ചാവ് കൃഷി. തൻ്റെ അച്ഛനും സൂസി ഗ്ലാസ് എന്ന സ്ത്രീയും ചേർന്ന് അവിടെ കഞ്ചാവ് കൃഷി നടത്തുന്നു. എന്നാൽ സൂസി ഗ്ലാസ് പറയുന്നു കൃഷി തൻ്റേതാണെന്നും അതിനുള്ള സ്ഥലം മാത്രമേ താങ്കളുടെ അച്ഛൻ നൽകുന്നുള്ളൂ എന്നും അതിന് വർഷം തോറും ഒരു വലിയ തുക നൽകുന്നുണ്ടെന്നും. എഡ്ഡി തൻ്റെ ബ്രദറിൻ്റെ പ്രശ്നങ്ങളും താൻ പണം കണ്ടെത്താൻ പരിശ്രമിക്കുകയാണെന്നും തനിക്ക് വേണ്ടി കൊക്കെയിൻ ഗാങ്സ്റ്ററിനോട് സംസാരിക്കാൻ സാധിക്കുമോ എന്നും സൂസിയോട് ചോദിക്കുന്നു. സൂസി അത് സമ്മതിക്കുന്നു. സൂസി ഫ്രെഡിക്ക് കടം കൊടുത്ത കൊക്കെയിൻ ഗാങ്സ്റ്ററായ ടോമിയെ കാണുന്നു. അവൻ ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു. അടുത്ത ദിവസം തന്നെ 4 മില്യൺ പൗണ്ട് ക്യാഷായി എത്തിക്കണമെന്നും ഫ്രെഡി തനിക്ക് വേണ്ടി ഒരു കോഴിയുടെ വേഷമിട്ട് ചിക്കൻ ഡാൻസ് കളിച്ച് മാപ്പ് അപേക്ഷിക്കണമെന്നും ടോമി പറയുന്നു. ഇതിനിടയ്ക്ക് എസ്റ്റേറ്റ് വിലക്കെടുക്കാൻ വന്ന ആളെ എഡ്ഡി മീറ്റ് ചെയ്യുന്നു. എന്നാൽ തനിക്കിപ്പോൾ എസ്റ്റേറ്റ് വിൽക്കാൻ താല്പര്യമില്ലെന്ന് എഡ്ഡി അറിയിക്കുന്നു. പക്ഷേ തൻ്റെ പക്കൽ വളരെ റെയറായിട്ടുള്ള വൈനുകളുണ്ടെന്നും അത് വിൽക്കാൻ തയ്യാറാണെന്നും എഡ്ഡി അറിയിക്കുന്നു. അങ്ങനെ 3 മില്യൺ പൗണ്ടിന് വൈനുകൾ വിൽക്കുന്നു. തൻ്റെ കയ്യിലുള്ള 1 മില്യണും ഇപ്പോൾ കിട്ടിയ 3 മില്യണും കൂടി 4 മില്യൺ ടോമിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. ക്യാഷ് എടുക്കാൻ ലോക്കർ തുറന്ന എഡ്ഡി കാണുന്നത് കാലിയായ ലോക്കറാണ്. ഉടനെ ഫ്രെഡിയെ വിളിക്കുന്നു. ക്യാഷ് എവിടെയെന്ന് ചോദിക്കുന്നു. ക്യാഷ് താൻ ഒരു ബോക്സിംഗ് മാച്ചിൽ ബെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു. എഡ്ഡിയും സൂസിയും ബോക്സിംഗ് മാച്ച് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ക്യാഷ് തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നു. ക്യാഷ് താൻ ബെറ്റ് ചെയ്തെന്നും അതിന് തരാൻ സാധിക്കില്ല എന്നും ഫ്രെഡിയുടെ കൂട്ടുകാരനായ പീറ്റ് അറിയിക്കുന്നു. ഫ്രെഡിയെ പീറ്റ് ചതിക്കുകയാണെന്നും ക്യാഷ് പീറ്റിൻ്റെ കയ്യിലുണ്ടെന്നും എഡ്ഡി മനസ്സിലാക്കുന്നു. പീറ്റിനോട് ക്യാഷ് ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ ഗുണ്ടകൾ എഡ്ഡിയെ തടയുന്നു. നമുക്ക് വേറെ വഴി നോക്കാമെന്ന് സൂസി പറയുന്നു. പിറ്റേന്ന് പീറ്റിനെ തല്ലി അവശനാക്കിയിട്ട് അവൻ്റെ കയ്യിൽ നിന്നും സൂസി ആ ക്യാഷ് മുഴുവൻ വാങ്ങിച്ചെടുക്കുന്നു. ക്യാഷ് വാങ്ങിക്കാൻ ടോമിയെ എസ്റ്റേറ്റിലേക്ക് വിളിക്കുന്നു. ടോമിയുടെ കൂടെ വന്നവൻ ക്യാഷ് മുഴുവൻ എണ്ണി നോക്കുന്നു. ഈ സമയം ടോമി ചിക്കൻ ഡ്രസ് എഡ്ഡിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഡാൻസ് കളിക്കാൻ പറയുന്നു. ഫ്രെഡിക്ക് നാണക്കേടും സങ്കടവും സഹിക്കാനാവുന്നില്ല. അതിനാൽ അവൻ കൊക്കെയിൻ യൂസ് ചെയ്യുന്നു. ഫ്രെഡിയെ ഒരുപാട് അപമാനിക്കുന്നത് കാണുമ്പോൾ എഡ്ഡി ഇടപെടുന്നു. എന്നാൽ ഇതിൽ വേറെ ആരെങ്കിലും ഇടപെട്ടാൽ എനിക്ക് 4 പകരം 8 മില്യൺ തരേണ്ടി വരുമെന്ന് ടോമി പറയുന്നു. ദേഷ്യവും സങ്കടവും മാനക്കേടും ചേർന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിയ ഫ്രെഡി കയ്യിൽ കരുതിയിരുന്ന ഗണ്ണുപയോഗിച്ച് ടോമിയെ കൊല്ലുന്നു.